ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിൽ ഇന്ത്യയ്ക്ക് ഒപ്പമെന്ന ഭൂട്ടാന്റെ നിലപാടിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കണമെന്ന് UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണിവരെ 67.14% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. കേരളത്തിൽ 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാഴ്ച പരിമിതർക്കുള്ള ആദ്യ വനിതാ 2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. ഡൽഹിയിലെ ചുവപ്പ് കോട്ടയ്ക്ക് സമീപം ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 8 പേരാണ് മരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ആഭ്യന്തരമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, ഡൽഹി പോലീസ് കമ്മീഷണർ, ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ജനറൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഡൽഹി സ്ഫോടനം സംബന്ധിച്ച വിശദാംശങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായി സംസാരിച്ചു. അങ്കോള സന്ദർശനത്തിനിടെ ഫോണിലൂടെയാണ് രാഷ്ട്രപതി സ്ഥിതിഗതികൾ ആരാഞ്ഞത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ തിരക്കേറിയതും സുപ്രധാന മേഖലകളിലും ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി കാർ സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ലാൽ കില മെട്രോ സ്റ്റേഷൻ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ചുവപ്പുകോട്ടയിലും വ്യാഴാഴ്ച വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. പൊതുജന സുരക്ഷ കണക്കിലെടുത്ത് ഡൽഹി പോലീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 011-2210-011-011-22-11. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മു കശ്മീരിലെ കത്രയിലുടനീളം ഭരണകൂടവും പോലീസും ജാഗ്രത ശക്തമാക്കി. മാതാ വൈഷ്ണോദേവി തീർത്ഥാടന കേന്ദ്രത്തിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ നടപടികൾ കർശനമാക്കി. കത്രയിലെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ പ്രത്യേക പരിശോധന ഏർപ്പെടുത്തി. വാഹന പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി കാർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും കർശന ജാഗ്രതാ നിർദ്ദേശം. പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്കുള്ള സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചു. യാത്രക്കാർ സമയത്തിന് മുൻപ് എത്തിച്ചേർന്ന് സുരക്ഷാ പരിശോധനാ നടപടികളിൽ സഹകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്നു. ലുവാണ്ടയിൽ നടക്കുന്ന അങ്കോളയുടെ 50ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ശേഷം ബോട്സ്വാനയിലേക്ക് യാത്ര തിരിച്ച രാഷ്ട്രപതി ബോട്സ്വാന പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാന്റെ 4ാമത്തെ രാജാവായിരുന്ന ജിഗ്മെ സിംഗ്യെ വാങ്ചുക്കിന്റെ 70ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹി സ്ഫോടനത്തിൽ ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനും അപകടത്തിനിരയായവർക്കായി പ്രാർത്ഥന നടത്തിയതിനും ഭൂട്ടാൻ സർക്കാരിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് ഭൂട്ടാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നംഗ്യേൽ വാങ്ചുക്കുമായി തിംഫുവിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രിയും ഭൂട്ടാൻ രാജാവും സംയുക്തമായി നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ബീഹാർ. 5 മണിവരെ 67.14% പോളിംഗ്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. സുരക്ഷാ കാരണങ്ങളാൽ 7 നിയോജക മണ്ഡലങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് പോളിംഗ് അവസാനിച്ചു. 302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും.
7 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പും ഇന്ന് നടന്നു. ജമ്മുകശ്മീരിൽ 2, ഝാർഖണ്ഡ്, മിസോറാം, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നവംബർ 14 വോട്ടെണ്ണൽ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9 11 വോട്ടെടുപ്പ്. അടുത്ത മാസം 13 വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭീകരതയ്ക്ക് ധനസഹായം നൽകുകയോ ഭീകരതയ്ക്കായുള്ള ആയുധ ശേഖരണത്തിന് സഹായം നൽകുകയോ സൌകര്യമൊരുക്കുകയോ ചെയ്യുന്നതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ രാജ്യം പോരാടുന്നുണ്ടെന്നും അനധികൃത ആയുധക്കടത്ത് മൂലമാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്നും യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് വ്യക്തമാക്കി. India has fought the scourge of terrorism for several decades and is therefore aware of the dangers posed by the diversion and illicit transfer of small arms and ammunition to armed non-state actors and terrorist groups. India has suffered due to cross-border terrorism carried out using illicit weapons trafficked across our borders, including now through the use of drones. കാഴ്ച പരിമിതർക്കുള്ള ആദ്യ വനിതാ T20 ലോകകപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 13.3 ഓവറിൽ 41 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 3 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. ഇന്ത്യയ്ക്ക് പുറമെ ശ്രീലങ്ക, അമേരിക്ക, നേപ്പാൾ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ ടീമുകളാണ് മത്സരിക്കുന്നത്. ഈ മാസം 23 വരെയാണ് മത്സരം. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്കെതിരെ വിജയം നേടി ജമ്മു കശ്മീർ. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ജമ്മു കശ്മീർ ഡൽഹിയെ പരാജയപ്പെടുത്തിയത്. ചരിത്ര ജയത്തോടെ ഗ്രൂപ്പ് ഡി പട്ടികയിൽ ജമ്മു കശ്മീർ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ കേരളവും UAEയും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക, സാമ്പത്തിക വികസന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. കൂടുതൽ നിക്ഷേപ പദ്ധതികൾക്ക് വഴി തുറക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തിരുവനന്തപുരത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. N. വാസുവിനെ ഇന്ന് തന്നെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പ്രശസ്ത സംഗീതജ്ഞൻ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ 100ാം ജന്മവാർഷിക ആഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കിഴക്കേക്കോട്ട കാർത്തിക തിരുനാൾ തിയേറ്ററിൽ പൂയം തിരുനാൾ ഗൌരി പാർവതി ഭായ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പ്രത്യേക സംഗീത കച്ചേരിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വായു ഗുണനിലവാര സൂചിക അതീവ മോശമായതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കി. വായു ഗുണനിലവാര സൂചിക 362 നിന്ന് 430 എത്തിയതിനാൽ ഗ്രേസ് റെസ്പോൺസ്ഡ് ആക്ഷൻ പ്ലാൻ 3ാം ഘട്ടം ഏർപ്പെടുത്തിയതായി എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ അറിയിച്ചു. 5 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായി നടത്തും. സ്വകാര്യ BS3 വാഹനങ്ങൾക്കും BS4 ഡീസൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുന്നു. MPമാർ, MLAമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം 1 കോടി കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാരുടെ അനുഭവ പരിചയം രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന CII സീനിയർ കെയർ കോൺക്ലേവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയോജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കാരുണ്യം, നവീകരണം, സാങ്കേതികവിദ്യ എന്നിവയാൽ നയിക്കപ്പെടുന്ന പുതിയ ഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ പരിചരണ സമ്പദ് വ്യവസ്ഥ മാറുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന ഭൂട്ടാന്റെ നിലപാടിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കണമെന്ന് UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യ.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണിവരെ 67.14% പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. കേരളത്തിൽ 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാഴ്ച പരിമിതർക്കുള്ള ആദ്യ വനിതാ T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.